ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്ന് നോക്കി. ഇത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് മെയിൻലി എന്താണെന്നുള്ളത് നോക്കാം. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരിതാണ് മെത്തേഡാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അതിൽ കുറേ ടെക്നിക്സ് ഉണ്ട്. ആ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഏത് പ്രൊജക്റ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് മെയിനായിട്ട് ഡിസൈഡ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ ടെക്നിക്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് തന്നെ നോൺ ഡിസ്കൗണ്ടഡ് ടെക്നിക്സ് ഉണ്ട്, നോൺ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഒരിക്കലും പ്രോഫിറ്റിനല്ല കൺസേൺ ചെയ്യുന്നത്. മെയിനായിട്ട് എന്താണ് ഫോക്കസ് ചെയ്യുന്നത്, ക്യാഷ് ഫ്ലോനെയാണ്. ഇനി ഇതിൽ 4 നോൺ ഡിസ്കൗണ്ടഡ് ടെക്നിക്സിൽ 4 മെത്തേഡ്സ് ഉണ്ട്. ഒന്നാണ് പേ ബാക്ക് പീരീഡ്, 2 പേ ബാക്ക് റെസിപ്രോക്കൽ, 3 പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി, 4 ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ഓർ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ. ഇതൊക്കെ എന്താണെന്നുള്ളത് പറയാം. അതിന് മുൻപ് പിന്നെ ഓരോന്ന് ഇക്വേഷൻസ് ഉണ്ട്. ഇനി അടുത്തത് ഡിസ്കൗണ്ട് ഫ്ലോ ടെക്നിക്സ്, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ്. അതിൽ 7 മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു മെത്തേഡും കൂടിയാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്. സെക്കൻഡ് മെത്തേഡാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. ഓക്കെ, മൂന്നാമത്തത് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇനി ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ്, അടുത്തത് മോഡിഫൈഡ് NPV, then modified IRR, adjusted present value. ഓക്കെ, ഇത്രയാണ് ഉള്ളത്. ഇത്രയും ടെക്നിക്സ് ആണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് തന്നെ പേ ബാക്ക് പീരീഡ്. പേ ബാക്ക് പീരീഡ് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ നോക്കാം. അതായത് ഞാനിപ്പോൾ ഒരു ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. എൻ്റെ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത്, ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് എത്രയാണ്, ഒരു 1 lakh ആണെന്ന് വിചാരിക്കാം. എനിക്ക് 3 ഇയേഴ്സ്, 1 ഇയറിൽ ഒരു 50,000, സെക്കൻഡ് ഇയറിൽ ഒരു 20,000, തേർഡ് ഇയറിൽ ഒരു 30,000, ഫോർത്ത് ഇയറിൽ 20,000. ടോട്ടൽ എനിക്കിപ്പോൾ എത്രയാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്നുകൂടി പറയാം. ക്യാഷ് ഔട്ട് ഫ്ലോ 1 lakh ആണ് എൻ്റെ. ക്യാഷ് ഇൻഫ്ലോ ഓരോ വർഷം, അത് ഫസ്റ്റ് ഇയറിൽ എനിക്ക് 50,000, സെക്കൻഡ് ഇയറിൽ 20,000, തേർഡ് ഇയറിൽ 30,000, ഫോർത്ത് ഇയറിൽ 20,000. ഇങ്ങനെയായിട്ടാണ് എനിക്ക് ക്യാഷ് ഫ്ലോ 4 ഇയർ ആയിട്ട് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എനിക്ക് എത്ര വർഷം കൊണ്ടാണ് തിരിച്ച് കിട്ടുകയെന്ന് കണ്ടുപിടിക്കുന്നതിനാണ് പേ ബാക്ക് പീരീഡ്. എത്ര ഇയേഴ്സിലാണ് എനിക്കത് തിരിച്ച് കിട്ടുകയെന്ന് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 50,000, 20,000, 30,000 ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എത്രയാണ്, 1 lakh. അതായത് എത്ര വർഷം കൊണ്ടാണ് എനിക്ക് കിട്ടിയത്, 3 ഇയേഴ്സിനാണ് എനിക്ക് എന്ത് ചെയ്തത്, ഞാൻ കൊടുത്ത എമൗണ്ട് എനിക്ക് തിരിച്ച് കിട്ടാനായിട്ട് എടുത്ത ടൈം എന്ന് പറയുന്നതാണ് 3 ഇയർ. അതാണ് പേ ബാക്ക് പീരീഡ്. ഫസ്റ്റ് വൺ പേ ബാക്ക് പീരീഡ്. ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് പേ ബാക്ക് പീരീഡ്. നോൺ ഡിസ്കൗണ്ടഡ് ടെക്നിക്സ് ആണ്. അതായത് ക്യാഷ് ഔട്ട് ഫ്ലോ ഡിവൈഡഡ് ബൈ ക്യാഷ് ഇൻഫ്ലോ ആണ് പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി അടുത്തത് പേ ബാക്ക് റെസിപ്രോക്കൽ. പേ ബാക്ക് റെസിപ്രോക്കൽ കണ്ടുപിടിക്കാനായിട്ട് പേ ബാക്ക് പീരീഡിൻ്റെ റെസിപ്രോക്കൽ, അതായത് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ ക്യാഷ് ഔട്ട് ഫ്ലോ. ഇനി പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട്
ക്യാഷ് ഇൻഫ്ലോ മൈനസ് ക്യാഷ് ഔട്ട്ഫ്ലോ. ഓക്കെ, ഇതൊക്കെ ചിലപ്പോൾ MCQയിൽ ചോദിക്കാനാണ് ചാൻസ് കൂടുതൽ. മെയിനായിട്ട് എക്സാം പ്രോബ്ലം ചോദിക്കുന്നത് NPV, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്നൊക്കെയാണ് കൂടുതലും ചോദിക്കാറ്. ഇനി ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ. ആവറേജ് റേറ്റ് ഓഫ് റിട്ടേണിൽ മാത്രമാണ് നമ്മൾ ക്യാഷ് ഇൻഫ്ലോ ഔട്ട്ഫ്ലോ യൂസ് ചെയ്യാതെ യൂസ് ചെയ്യുന്നത്, നെറ്റ് ഇൻകം യൂസ് ചെയ്യുന്നത്. ആവറേജ് നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഇതാണ് നോൺ ഡിസ്കൗണ്ടഡ് ടെക്നിക്സ്. ഇനി അടുത്തത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ. നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ഇത് ഡിസ്കൗണ്ട് ചെയ്തിട്ട് കിട്ടിയതാണ്. അപ്പോൾ സെയിം ഇതുപോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ എന്താണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. ഇതാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സോ present value of cash inflow divided by present value of cash outflow. Internal rate of return. ഇതും ബാക്കിയിട്ട് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നായിരിക്കും മെയിനായിട്ട് ചോദിക്കുന്നത്. ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കണം. നമുക്ക് രണ്ട് വാല്യൂ ഉണ്ട്, പ്രസൻറ്റ് വാല്യൂ ഉണ്ട്, ഫ്യൂച്ചർ വാല്യൂ ഉണ്ട്. അതായത് പ്രസൻറ്റ് വാല്യൂ ഫ്യൂച്ചർ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഞാൻ ബാങ്കിൽ ഒരു 1000 എമൗണ്ട് ഞാൻ ഡെപ്പോസിറ്റ് ഇടാണ്. അപ്പോൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് കണ്ടിട്ട് 5 ഇയേഴ്സ് കഴിഞ്ഞ് ഇത്ര രൂപ ഇൻട്രസ്റ്റോടുകൂടി നമുക്ക് ഇത്ര എമൗണ്ട് തിരിച്ചു കിട്ടും എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ എനിക്ക് 5 ഇയേഴ്സിനാണ് ഞാൻ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ടേക്കുന്നത്, 5 ഇയേഴ്സിന്. അപ്പോൾ എനിക്ക് 5 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10% ആണ് ഇൻട്രസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 5 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എത്ര എമൗണ്ട് തിരിച്ച് കിട്ടും എന്നുള്ളത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണം. അതായത് 5 ഇയേഴ്സ് കഴിഞ്ഞെന്ന് പറയുമ്പോൾ എന്താണ് ഫ്യൂച്ചർ വാല്യൂ ആണ്. ഇത് പ്രസൻറ്റ് വാല്യൂ ആണിത്, ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് പ്രസൻറ്റ് വാല്യൂ ഇൻറ്റു 1 × 1 + r⁻n. ഓക്കെ, നമ്മളിതിനെ പ്രസൻറ്റ് വാല്യൂൻ്റെ 1 + r⁻n എഴുതും. ഇപ്പോൾ ഇവിടെ എനിക്കിതിൻ്റെ ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് എത്രയുണ്ട് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 1000. ഞാൻ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്തത് ഇപ്പോൾ അത് ആ എമൗണ്ട് ഇൻറ്റു 1 + r എത്രയാണ് ഇൻട്രസ്റ്റ് 10% 0.1 ഡിവൈഡ് n എന്ന് പറയുന്നത് എത്ര ഇയേഴ്സിനാണ്, അതാണ് n. ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും എന്നുള്ളത് നോക്കാം. 1.1/5. അതായത് എനിക്ക് 1610 കിട്ടി. ഇത്രയും എമൗണ്ടാണ് എനിക്ക് ഞാനിപ്പോൾ ഇട്ട എമൗണ്ട് 1000-ന് എനിക്ക് 5 ഇയേഴ്സ് കഴിഞ്ഞ് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാൻ. ഈ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷനാണ് ഫ്യൂച്ചർ വാല്യൂ ഇൻറ്റു 1/1 + r⁻n. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ എനിക്ക് പ്രസൻറ്റ് വാല്യൂ കിട്ടും. അതായത് നമ്മളിത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ നമുക്ക് തരാണ്. എന്നതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഓരോ പ്രൊജക്റ്റ്. ഇപ്പോൾ 2 പ്രൊജക്റ്റ് വരാണ്, A, B എന്ന് പറഞ്ഞ 2 പ്രൊജക്റ്റ് വരാണ്. എനിക്ക് ഈ പ്രൊജക്റ്റിന് വേണ്ടി ഞാൻ എത്ര എമൗണ്ടാണ് മുടക്കിയത്, അതായത് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 5 lakh വിചാരിക്കാം. 2ൻ്റെയും 5 lakh. പക്ഷെ എനിക്ക് കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് ഓരോ വർഷവും 3 വർഷം എടുക്കുകയാണെങ്കിൽ, അപ്പോൾ ഇവിടുത്തെ എൻ്റെ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 1 lakh, നെക്സ്റ്റ് 2 lakh, 2 lakh. ഇവിടെ എനിക്കൊരു 2 lakh, ഇവിടെ ഒരു 1 lakh, ഇവിടെ ഒരു 4 lakh. ഇത് എനിക്ക് വരുന്ന ഫ്യൂച്ചർ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഞാൻ കൊടുത്ത എമൗണ്ട് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 5 lakh ആണ്, ഫ്യൂച്ചർ വാല്യൂ ആണ് എനിക്ക് തന്നിരിക്കുന്നത്. ഈ ഫ്യൂച്ചർ വാല്യൂവിന് എനിക്ക് ഇപ്പോഴത്തെ വാല്യൂ എത്രയാണെന്ന് അറിയണം, പ്രസൻറ്റ് വാല്യൂ എത്രയാണെന്ന് അറിയണം. അത് വെച്ചിട്ട് വേണം എനിക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട്, ഏത് പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് കണ്ടുപിടിക്കാനായിട്ട്.
അത് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സിലെ എല്ലാ മെത്തേഡ്സും 7 മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. മെയിനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് NPV, നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് ക്യാഷ് ഔട്ട്ഫ്ലോ ചെയ്യുന്ന സമയത്ത് പോസിറ്റീവാണ് എമൗണ്ട് കിട്ടുന്നതെങ്കിൽ നമ്മൾ ആ പ്രൊജക്റ്റ് എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും. ഇൻ കേസ് 0 ആണ് കിട്ടുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇപ്പോൾ എനിക്ക് ഇത് കണ്ടുപിടിക്കണം. ഇത് പ്രസൻറ്റ് വാല്യൂയിലേക്ക് ആക്കിയിട്ട് വേണം കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ പ്രസൻറ്റ് വാല്യൂയിലേക്ക് ആക്കിയിട്ട് എനിക്ക് കണ്ടുപിടിച്ചപ്പോൾ ചിലപ്പോൾ ഒരു 4 lakh ഒരു 80,000 ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്നുള്ളത് ഉണ്ട്, അത് കാണിച്ചു തരാം. ഇവിടെ ഒരു 5,20,000 കിട്ടിയെന്ന് വിചാരിക്കുക പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് എ എന്ന പ്രൊജക്റ്റിൻ്റെ എൻ്റെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 4,80,000 മൈനസ് 5 lakh ആയിരുന്നു. അതായത് എനിക്ക് എന്താ കിട്ടിയത്, അവിടെ -20,000 കിട്ടിയത് അല്ലേ. രണ്ടാമത്തേലോ ഇവിടെ എനിക്ക് കിട്ടിയത് ബി എന്ന് പറഞ്ഞ പ്രൊജക്റ്റിൽ 5,20,000 മൈനസ് 5 lakh എത്ര കിട്ടി, 20,000 എനിക്ക് പോസിറ്റീവ് കിട്ടി. അതായത് എനിക്ക് പോസിറ്റീവ് കിട്ടിയ പ്രൊജക്റ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യും, നെഗറ്റീവ് കിട്ടിയ പ്രൊജക്റ്റ് ഞാൻ റിജക്റ്റ് ചെയ്യും. ഇൻ കേസ് 0 കിട്ടി, അതായത് ഞാൻ കൊടുത്ത എമൗണ്ടും എനിക്ക് കിട്ടിയ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നതും സെയിം ആണെന്ന് വിചാരിക്കാം. 5 lakh തന്നെയാണ് ഞാൻ കൊടുത്തതും, അല്ല എനിക്ക് കിട്ടിയ ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയും 5 lakh ആണെന്ന് വിചാരിക്കുക. എനിക്ക് 0 കിട്ടി. 0 കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ പോയിന്റിന് എന്ത് പറയും, നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് പറഞ്ഞ പോയിൻ്റാണ്. നമ്മൾ മാർജിനൽ കോസ്റ്റിങ്ങിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ എന്ത് പഠിച്ചു, BEP വാല്യൂ പഠിച്ചു. അതിൽ നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. ആ സെയിം ആണ് ഇവിടെ എന്ത് വരുന്നത്, രണ്ടും എന്താണ് സെയിം വാല്യൂ വരുന്ന സമയത്ത് നമുക്ക് 0 കിട്ടും. ആ പോയിന്റിന് നമ്മൾ എന്ത് ചെയ്യും, 0 വരുന്ന കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ വേണമെങ്കിൽ ആ പ്രൊജക്റ്റ് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ പ്രൊജക്റ്റ് റിജക്റ്റ് ചെയ്യാം. പക്ഷേ നെഗറ്റീവാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്തായാലും ആ പ്രൊജക്റ്റ് റിജക്റ്റ് ചെയ്യും. കാരണം അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടുന്നില്ല, പ്രോഫിറ്റ് കിട്ടുന്നില്ല. ഓക്കെ, ഇത്രയാണ് മെയിനായിട്ട്. ഇനി നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞ ഇതാണ്. ഇനി നമ്മൾ IRR എന്താണെന്ന് പഠിക്കാം. IRR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂവിൻ്റെ പോയിൻറ്റിനാണ് നമ്മൾ IRR എന്ന് പറയുന്നത്. അതായത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഈ NPV 0 ആവുന്ന പോയിന്റ് എന്താണ്, പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ അല്ലേ. അതായത് ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ 5 lakh ഈക്വൽ ടു 5 lakh ആണ് എന്ത് വരുന്നത്, നെറ്റ് പ്രസൻറ്റ് വാല്യൂ 0 ആവുന്ന പോയിന്റ് പറയുന്നത്. അപ്പോൾ IRR 0 ആവുന്ന കേസിൽ, അതായത് അറ്റ് IRRൽ NPV 0 ആയിരിക്കും. ഓക്കെ, NPV 0 ആവുന്ന പോയിന്റ് അറ്റ് IRRൽ എന്തായിരിക്കും, NPV 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ IRRൽ 0 എന്ന് പറഞ്ഞ പോയിന്റിൽ നമുക്ക് എന്താണ്, നോ പ്രോഫിറ്റ് നോ ലോസ് ആണ്. നമ്മൾ അതിൽ കുറച്ചും കൂടെ കൂടുതൽ ഏൺ ചെയ്യാൻ നോക്കും. ഓക്കെ, നമ്മളൊരു മെത്തേഡ് നോക്കും, അതിൽ ഏറ്റവും കൂടുതൽ നമുക്കിപ്പോൾ കിട്ടിയ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതിനേലും എത്ര കൂടുതൽ ഏൺ ചെയ്യാനായിട്ട് നമ്മൾ നോക്കും. അതാണ് IRR, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഓക്കെ, ഇപ്പോൾ ഇത്ര ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്താണ് ഏർണിങ്സ്, അതായത് ഇപ്പോൾ എത്രയാണ് ഏൺ ചെയ്യണമെന്നുള്ളത് കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. ഫസ്റ്റ് തന്നെ റവന്യൂ ക്യാഷ് ഇൻഫ്ലോ. 2 ക്യാഷ് ഇൻഫ്ലോസ് ഉണ്ട്, റവന്യൂ ഉണ്ട്, ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോ ഉണ്ട്. ക്യാഷ് ഫ്ലോ, ടെർമിനൽ ക്യാഷ് ഫ്ലോയും റവന്യൂ ക്യാഷ് ഫ്ലോയും. റവന്യൂ ക്യാഷ് ഫ്ലോയിൽ നമുക്ക് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ്, അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോയും പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഔട്ട് ഫ്ലോയൊക്കെ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. എനിക്ക് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഒരു 2 lakh കിട്ടിയെന്ന് വിചാരിക്കാം. ഇതിൽ നിന്ന് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്ത് 20,000 ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, ഏർണിങ്സ് ബിഫോർ ടാക്സ് കിട്ടും, അതായത് 1,80,000 കിട്ടി. ഇനി ഇതിൽ നിന്ന് ടാക്സ് മൈനസ് ചെയ്യാണ്. ടാക്സ് ഇപ്പോഴത്തെ റേറ്റ് ഓഫ് 30% ടാക്സ്, 1,80,000 ഇൻറ്റു 30% 54,000 മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും,
1,26,000. ഇതാണ് എൻ്റെ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ചില കേസിൽ നമുക്ക് ഡിപ്രിസിയേഷൻ തരും. അതായത് ഡിപ്രിസിയേഷൻ തരും. ചിലതിൽ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ക്യാഷ് ഫ്ലോ. ഡിപ്രിസിയേഷൻ നമ്മൾ കുറയ്ക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ഒരിക്കലും അത് ക്യാഷ് ഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടോ? നമ്മുടെ ഓപ്പറേഷൻ ആക്ടിവിറ്റീസിലൊന്നും നമ്മളത് ക്യാഷ് ഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ നമുക്കിപ്പോൾ ഇതിൻ്റെ ഡിപ്രിസിയേഷൻ തന്നിരിക്കുന്നതാണ് ഒരു 4,000. അതിൻ്റെ ഡിപ്രിസിയേഷൻ പറയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിപ്രിസിയേഷൻ ആഡ് ചെയ്യാണ്. നമുക്ക് എത്ര കിട്ടും? 1,66,000 ആണ് എന്ത് വരുന്നത്? എൻ്റെ ക്യാഷ് ഫ്ലോ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത്. വേറൊരു കേസുണ്ട്, അതായത് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് 2 lakh, ഇൻട്രസ്റ്റ് 20,000 മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? 1,80,000 കിട്ടി. ഇനി ഇതിൽ ഡിപ്രിസിയേഷൻ ഇൻക്ലൂഡഡ് ആണെന്ന് വിചാരിക്കാം. ഏർണിങ്സ് ബിഫോർ ടാക്സിൽ ഡിപ്രിസിയേഷൻ ഇൻക്ലൂഡഡ് ആണ്. ഡിപ്രിസിയേഷൻ ശരിക്കും ഒരു ക്യാഷ് ഫ്ലോ അല്ല, പക്ഷെ ഞാൻ കേസിൽ ഡിപ്രിസിയേഷൻ ഞാൻ മൈനസ് ചെയ്ത് കളയാണ്. അപ്പോൾ ഡിപ്രിസിയേഷൻ എത്രയാണെന്ന് പറഞ്ഞാൽ ഒരു 4,000 ഞാൻ മൈനസ് ചെയ്ത് കളയുമ്പോൾ എനിക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1,40,000. 1,80,000 മൈനസ് 4,000 1,76,000 ആണ്. ഇതാണ് എൻ്റെ EBT. ഇതിൽ നിന്നാണ് എനിക്ക് ടാക്സ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അറ്റ് 30% 52,800 മൈനസ് ചെയ്യുമ്പോൾ 1,76,000 1,23,200. ഇനി എന്നിട്ട് എന്ത് ചെയ്യും? ഇതാണ് എൻ്റെ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ്. പക്ഷെ ഞാനിവിടെ ഓൾറെഡി ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്തു. ഈ ഡിപ്രിസിയേഷൻ ഞാനിവിടെ ആഡ് ബാക്ക് ചെയ്യും. കാരണം ഈ എമൗണ്ട് എന്ന് പറയുന്നത് എൻ്റെ എന്താണ് ക്യാഷിൽ നിന്ന് പോയ എമൗണ്ട് അല്ല, നമ്മളത് കൺസിഡർ ചെയ്യാണ്. ക്യാഷ് അത്രയും പോകും, സാൽവേജ് വാല്യൂ ഇതൊക്കെ വരുന്ന സമയത്ത് അത്രയും പോകുമെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് മൈനസ് ചെയ്ത വാല്യൂ ഞാനത് ആഡ് ബാക്ക് ചെയ്യും. ഡിപ്രിസിയേഷൻ ആഡ് ബാക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് എത്ര കിട്ടും? 1,27,200 കിട്ടും. ഇതാണ് എൻ്റെ ശരിക്കുള്ള ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്ത സമയത്ത് എനിക്കിവിടെ കിട്ടിയ ഏർണിങ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 1,27,200 ആണ്. പക്ഷെ ഞാൻ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യാതെ എനിക്ക് കിട്ടിയ ഏർണിങ്സ് എന്ന് പറയുന്നത് എന്താണ്? കുറവാണ്. അതായത് എത്ര വെച്ചിട്ട് കുറഞ്ഞു? 1,200 ഒരു കുറവ് വന്നു അവിടെ അല്ലേ? അപ്പം നമ്മൾ എപ്പോഴും ഡിപ്രിസിയേഷൻ കുറച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. എപ്പോൾ? ടാക്സ് റേറ്റ് EBTയിൽ നിന്ന് നമ്മൾ ടാക്സ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം ഡിപ്രിസിയേഷൻ കുറയ്ക്കുക. അതല്ലാതെ നമുക്കിപ്പോൾ ടാക്സ് റേറ്റ് ഇപ്പോൾ ഇവിടെ EBT എന്ന് പറയുന്നത് 1,80,000. ടാക്സ് എന്ന് പറയുന്നത് ഒരു 4,000 അവർ കാൽക്കുലേറ്റ് ചെയ്ത് തന്നേക്കുവാണ്. റേറ്റിൽ എടുത്തിട്ടല്ല, 4,000 അവർ തന്നെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1,76,000 മൈനസ് ചെയ്യും. ഇതാണ് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ്. ഇങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യണം? ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താണ്? ഓൾറെഡി അവിടെ ടാക്സ് അവർ തന്നെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുകയാണ്. EBT എന്നല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്. EBT എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മൾ അതിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ചപ്പോൾ നമുക്കിവിടെ ടാക്സ് റേറ്റ് എത്ര കൊടുത്താൽ മതി? 52,800 കൊടുത്താൽ മതി. പക്ഷെ ഇവിടെ നമ്മൾ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യാണ്ട് കൊടുത്ത സമയത്ത് എനിക്ക് എത്ര ടാക്സ് കൊടുക്കേണ്ടി വന്നായിരുന്നു? 54,000 ടാക്സ് കൊടുക്കേണ്ടി വന്നു. ഓക്കെ, അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കേസ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്രിസിയേഷൻ ടാക്സ് അറ്റ് ദ റേറ്റ് ഓഫ് മാർജിൻ റേറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ നമ്മളവിടെ ഡിപ്രിസിയേഷൻ കുറച്ച് കാണിക്കണം. ഓക്കെ, ഇനി ഇതാണ് റവന്യൂ ക്യാഷ് ഫ്ലോ. ഇനി ടെർമിനൽ ക്യാഷ് ഫ്ലോ. ടെർമിനൽ ക്യാഷ് ഫ്ലോ എന്താണെന്ന് നോക്കണം. ഇപ്പോൾ ഒരു മെഷീൻ, അപ്പോൾ ഞാനൊരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഒരു മെഷീൻ ഞാൻ വാങ്ങി. ഒരു 1 lakhന് ഞാനൊരു മെഷീൻ വാങ്ങി. ആ മെഷീൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഒരു 5 year ആണ് എൻ്റെ ലൈഫ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഓൾറെഡി റവന്യൂ ക്യാഷ് ഫ്ലോ ഞാൻ 5 yearsലുള്ളത് കാൽക്കുലേറ്റ് ചെയ്തു. ടെർമിനൽ ക്യാഷ് ഫ്ലോ വരുന്ന സമയത്ത് ഈ 5 yearൻ്റെ വീണ്ടും, അതായത് എന്താ അവിടെ ആഡ് ആവും?
അവിടെ ഒരു അഡീഷണൽ ക്യാഷ് ഇൻഫ്ലോ വരും. അതായത് സാൽവേജ് അസറ്റിൻ്റെ സാൽവേജ് വാല്യൂ, അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ റിലീസ് ചെയ്യുന്ന സമയത്ത് അവിടെ എക്സ്ട്രാ ഒരു ക്യാഷ് ഫ്ലോ വരും. അതാണ് ടെർമിനൽ ക്യാഷ് ഫ്ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. നമുക്ക് ഇത് വെച്ച് ഇത്രയാണ് മെയിനായിട്ട് മനസ്സിലാക്കാനുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ. ഇത് വെച്ചിട്ട് നമുക്കിനി ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 2019 ഡിസംബറിലാണ് മോൺടെക് ലിമിറ്റഡ് വാണ്ട്സ് ടു റീപ്ലേസ് ഇറ്റ്സ് ഓൾഡ് മെഷീൻ വിത്ത് എ ന്യൂ ഓട്ടോമാറ്റിക് മെഷീൻ വെച്ചിട്ട് എന്ത് ചെയ്യണം അവർക്ക്? ഓക്കെ, ഓൾഡ് മെഷീൻ റിപ്ലേസ് ചെയ്തിട്ട് ഒരു ന്യൂ ഓട്ടോമാറ്റിക് മെഷീൻ വാങ്ങുകയാണ്. 2 മോഡലുണ്ട് അവരുടെ അടുത്ത്, എയും ബിയും. അത് സെയിം കോസ്റ്റിന് 5 lakhന് അവൈലബിൾ ആണ് 2 മെഷീനും. സാൽവേജ് വാല്യൂ ഓഫ് ദ ഓൾഡ് മെഷീൻ ഇസ് 1 lakh. 1 lakh ആണ് അതിൻ്റെ ഓൾഡ് മെഷീൻ്റെ സാൽവേജ് വാല്യൂ. ദി യൂട്ടിലിറ്റീസ് ഓഫ് ദി എക്സിസ്റ്റിംഗ് മെഷീൻ ക്യാൻ ബി യൂസ്ഡ് ഇഫ് ദ കമ്പനി പർച്ചേസസ് എ. അതായത് എ മെഷീനാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഓൾറെഡി ഉണ്ടായിരുന്ന മെഷീൻ്റെ എന്ത് യൂസ് ചെയ്യാം? യൂട്ടിലിറ്റീസ് യൂസ് ചെയ്യാം. അഡീഷണൽ കോസ്റ്റ് ഓഫ് യൂട്ടിലിറ്റീസ് ടു ബി പർച്ചേസ്ഡ് ഇൻ ദാറ്റ് കേസസ് 1 lakh. അതായത് എക്സ്ട്രാ എന്താണ് യൂട്ടിലിറ്റീസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ മാത്രമാണ് 1 lakh അവിടെ വരുന്നുള്ളൂ. If the company purchase B, then all the existing utilities will have to be replaced with new utilities costing 1.8 lakhs. In case B ആണ് വാങ്ങുന്നതെങ്കിൽ എന്താണ്, നമുക്ക് എക്സിസ്റ്റിംഗ് യൂട്ടിലിറ്റീസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, പുതിയത് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ 1.8 lakhsന് എന്താണ് എക്സ്ട്രാ കോസ്റ്റ് വരും. ദ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സേഷൻ ആർ എക്സ്പെക്റ്റഡ് ടു ബി. ഏർണിങ്സ് ആഫ്റ്റർ ഈ 80 നമുക്ക് തന്നിട്ടുണ്ട്, ഓരോ വർഷത്തേക്കും ഉള്ളത് തന്നിട്ടുണ്ട്, എയുടെയും ബിയുടെയും. അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ് സാൽവേജ് വാല്യൂ അറ്റ് എൻഡ് ഇയർ, അത് ടെർമിനൽ ക്യാഷ് ഫ്ലോ വന്നിട്ടുണ്ട് അവിടെ. ദ ടാർഗറ്റ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ഇസ് 50%. ബേസ്ഡ് ഓൺ ദ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ക്രൈറ്റീരിയൻ അഡ്വൈസ് ദ കമ്പനി ഓൺ വിച്ച് മെഷീൻ ഷുഡ് ബി ടേക്കൺ ബൈ ഇറ്റ്. ഇത് പ്രസൻറ്റ് വാല്യൂ ആണ്. ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്താണ് ഇവിടെ ഏത് മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്? പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ഈ മെത്തേഡ് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് NPV വെച്ചും ചെയ്യാം, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സും വെച്ച് ചെയ്ത് നോക്കാം. 2 മെത്തേഡിൽ വെച്ച് ചെയ്യുന്ന സമയത്ത് ഏത് മെഷീനാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിവിടെ ക്യാഷ് ഇൻഫ്ലോ, ക്യാഷ് ഔട്ട് ഫ്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടേബിൾ. ഇതിൽ ഓരോ ഇയറും അതുപോലെ ക്യാഷ് ഇൻഫ്ലോ എന്താണ്, 2 ഇയറിലെയും 2ലെയും ക്യാഷ് ഫ്ലോ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ മെഷീൻ എയുടെ നമുക്കിവിടെ എഴുതാം, മെഷീൻ ബിയുടെ. ഡിസ്കൗണ്ട് ഫാക്ടർ എന്താണ്? PV ഫാക്ടർ 2ൻ്റെയും സെയിം ആണ്. PV ഫാക്ടർ എത്രയാണ്? 15%. PV ഫാക്ടർ എത്ര ഇയർ ഉണ്ട്? 5 വർഷം. അതിൽ ലാസ്റ്റ് ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോയും വരുന്നുണ്ട്. അപ്പോൾ എക്സ്ട്രാ ഒരു 5 ഇയർ. ഓക്കെ, ഇനി നമുക്കിത് വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കണം? ഇതിൻ്റെ ഓരോന്ന് കണ്ടുപിടിക്കണം. പക്ഷേ നമുക്കിവിടെ പ്രസൻറ്റ് വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ കോസ്റ്റ് ക്യാഷ് ഇൻഫ്ലോയും തന്നിട്ടുണ്ട്. ക്യാഷ് ഇൻഫ്ലോ മെഷീൻ എയുടെയും തന്നിട്ടുണ്ട്, മെഷീൻ ബിയുടെയും തന്നിട്ടുണ്ട്. ഓക്കെ, അത് ആദ്യം തന്നെ എഴുതാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കണം. പ്രസൻറ്റ് വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഫ്യൂച്ചർ വാല്യൂ ഇൻറ്റു 1/1 + r⁻n. R എന്ന് പറയുന്നത് എന്തായിരുന്നു? എത്രയാണ്? 50% ആണ് ഇവിടെ. എത്ര? 6. അപ്പോൾ 1/1 + 1.015 n എത്രയാണ്? 1 ഇയറിന് കണ്ടുപിടിക്കാനായിട്ട് 1, 2 ഇയറിന് കണ്ടുപിടിക്കാൻ 2, 3 ഇയറിന് കണ്ടുപിടിക്കാൻ 3. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്ററിൽ എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളത്? ഫസ്റ്റ് തന്നെ നമുക്ക് പ്രസൻറ്റ് വാല്യൂ ആയിട്ട് 50% കണ്ടുപിടിക്കണം. 1/1.15. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇയറിൻ്റെ. അപ്പോൾ 1/1.15 റേസ്റ്റ് 1 ജസ്റ്റ് അത് ഇൻറ്റു 1 തന്നെയാണല്ലോ. അപ്പോൾ ഇത് ഈക്വൽ ചെയ്യാം. ഇത് ഫസ്റ്റ് ഇയറിൻ്റെ. സെക്കൻഡ് ഇയറിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? വീണ്ടും ഈക്വൽ തന്നെ വയ്ക്കാൻ മതി. ഇത് സെക്കൻഡ് ഇയറിൻ്റെ, തേർഡ് ഇയറിൻ്റെ, ഫോർത്ത് ഇയറിൻ്റെ, ഫിഫ്ത്ത് ഇയറിൻ്റെ. ഓക്കെ, ആ വാല്യൂ ആണ് ഇവിടെ തന്നേക്കുന്ന വാല്യൂ. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ചിലതിൽ ജസ്റ്റ് PV ഫാക്ടർ മാത്രമേ തരുള്ളൂ. അപ്പോൾ നമ്മളിത് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ തന്ന സ്ഥിതിക്ക് നമ്മൾ ആ വാല്യൂ യൂസ് ചെയ്യാം. 0.87, 0.76, 0.66, 0.57, 0.50, ദെൻ 5 ഇയറിൻ്റെ അടുത്തതിൻ്റെ 0.50 തന്നെ. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിക്കാം. ഇത് ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ ക്യാഷ് ഇൻഫ്ലോ, പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കിട്ടും.
So 1 lakh into 0.87, 87,000. Then 1,50,000 into 0.76, 1,14,000. 0.66 into 1,80,000. 1,19,000. Then 2 lakh into 0.57, 1,14,000. അടുത്തത് 85,000, then 25,000. അതുപോലെ തന്നെ മെഷീൻ ബിയുടെ കണ്ടുപിടിക്കുക. മെഷീൻ ബിയുടെ 2 lakh into 0.87, 1,74,000, 1,60,000, 1,19,000, 97,000, 20,000, 30,000. ഇനി ഇതിൻ്റെ ടോട്ടൽ വാല്യൂ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. 5,44,000 6 lakh കിട്ടി. ഓക്കെ, നമ്മുടെ ഇതെന്താണ്? പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ടോട്ടൽ കിട്ടി. നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് യൂസ് ചെയ്തിട്ടാണ് നമുക്കിത് ഏത് മെഷീനാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ NPV യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. NPV കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. ഇവിടെ ക്യാഷ് ഔട്ട്ഫ്ലോ, മെഷീൻ എയുടെ ക്യാഷ് ഔട്ട്ഫ്ലോ, മെഷീൻ ബിയുടെ ക്യാഷ് ഔട്ട്ഫ്ലോ. ഏതായിരുന്നു ക്യാഷ് ഔട്ട്ഫ്ലോ? അതായത് ഈ മെഷീൻ വാങ്ങാനായിട്ട് 5 lakh, രണ്ട് മെഷീനും 5 lakh വരുന്നുണ്ട്. പിന്നെ ഇവിടെ എന്താണ്? എക്സ്ട്രാ കോസ്റ്റ് വരുന്നുണ്ട് ബിയിൽ. കാരണം എ എന്ന് പറഞ്ഞാൽ പഴയ യൂട്ടിലിറ്റീസ്, പഴയ മെഷീൻ്റെ യൂട്ടിലിറ്റീസ് തന്നെ യൂസ് ചെയ്യാണ്. ആവശ്യം വേണമെങ്കിൽ മാത്രം 1 lakh നമുക്ക് യൂസ് ചെയ്യാം, എന്താണ് യൂട്ടിലിറ്റീസ് വാങ്ങാമെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ബി ഇത് മെഷീൻ വാങ്ങുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ എത്ര വരും? 1.8 lakhs, അതായത് 1,80,000 വരും. അപ്പോൾ ഇവിടുത്തെ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 5 lakh, എയുടെ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 5 lakh, ഇവിടുത്തെ 6,80,000 ആണ് ഔട്ട്ഫ്ലോ. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എന്താണ് കണ്ടുപിടിക്കുകയാണ്? നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുകയാണ്. നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് എ. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എത്രയാണ്? എയുടെ 5,44,000 മൈനസ് ഔട്ട്ഫ്ലോ 5 lakh ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 44,000 പോസിറ്റീവ്. ബിയുടെ വാല്യൂ ചെയ്യുമ്പോൾ 6 lakh ആണ് ഇൻഫ്ലോ കിട്ടിയത്. 6 lakh മൈനസ് 6,80,000. അവിടെ എന്താ വന്നത്? നെഗറ്റീവ് 80,000 വന്നു. ബൈ യൂസിങ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ആണെങ്കിൽ നമ്മൾ ഏത് പ്രൊജക്റ്റാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത്? ഫസ്റ്റ് പ്രൊജക്റ്റ്. ഇത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ യൂസ് ചെയ്തിട്ട്. ഇനി പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കണ്ടുപിടിക്കാനായിട്ട് എൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. അപ്പോൾ ഇൻഫ്ലോ എയുടെ വാല്യൂ, ഇൻഫ്ലോ ഏതാണ്? 5,44,000 ഡിവൈഡഡ് ബൈ 5 lakh. ദെൻ ബിയുടെ വാല്യൂ 6 lakh ഡിവൈഡഡ് ബൈ 6,80,000. 5,44,000 divided by 5 lakh, 1.088. 6 lakh divided by 6,80,000, 0.088. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് യൂസ് ചെയ്തിട്ടാണെങ്കിലും ഏറ്റവും കൂടുതൽ ഏതിനാണ് കിട്ടിയത്? എ മെഷീനാണ് കിട്ടിയത്. അതുകൊണ്ട് അത് തന്നെയാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് യൂസ് ചെയ്തിട്ടാണെങ്കിലും മെഷീൻ എ തന്നെ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂവും പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സും വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്തൊരു ക്വസ്റ്റ്യൻ 2018 ഡിസംബറിൽ സെനറ്റ് ലിമിറ്റഡ് ഈസ് ഫേസ്ഡ് വിത്ത് പ്രോബ്ലം ഓഫ് ചൂസിങ് ബിറ്റ്വീൻ 2 മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്ട്സ്. രണ്ട് പ്രൊജക്ട്സ് വന്നിട്ടുണ്ട്. എ പ്രൊജക്ട്സ് ഈസ് ക്യാഷ് ഔട്ട്ഫ്ലോ ഓഫ് 10 lakh. അതായത് എ പ്രൊജക്റ്റിൻ്റെ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 10 lakh ആൻഡ് ക്യാഷ് റണ്ണിങ് എക്സ്പെൻസ് 3,50,000 പെർ ഇയർ. പെർ ഇയറിന് എത്രയാണ്? എക്സ്ട്രാ ക്യാഷ് 3,50,000 വരും. ഓൺ ദ അതർ ഹാൻഡ് പ്രൊജക്റ്റ് ബി വിൽ കോസ്റ്റ് 15 lakh ആൻഡ് റിക്വയർ ക്യാഷ് റണ്ണിങ് എക്സ്പെൻസ് ഓഫ് 2 lakh പെർ ഇയർ. ബോത്ത് പ്രൊജക്ട്സ് ഹാവ് ആൻ 8-year ലൈഫ്. 8-year ലൈഫാണുള്ളത് രണ്ട് പ്രൊജക്റ്റിനും കൂടെ. Project A has a salvage value of 40,000 and Project B has a salvage value of 1,40,000.
The company's tax rate is 50% and it has a 10% required rate of return ഉണ്ട്. അപ്പോൾ ആറാണ് എത്ര തന്നേക്കുന്നത് 10%. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? അസ്യൂമിങ് ഡിപ്രിസിയേഷൻ ഓൺ സ്ട്രേറ്റ് ലൈൻ ബേസിസ് ആൻഡ് ദർ ഇസ് നോ ഫണ്ട്സ് കൺസ്ട്രെയിൻഡ് ഫോർ ദ കമ്പനി അസർട്ടിൻ വിച്ച് പ്രൊജക്ട് ഷുഡ് ബി അക്സെപ്റ്റഡ്. നമുക്ക് ഡിപ്രിസിയേഷൻ സ്ട്രേറ്റ് ലൈൻ ബേസിലാണ് തന്നിട്ടുണ്ട്. അതുപോലെ ഏത് പ്രൊജക്റ്റാണ് അക്സെപ്റ്റ് ചെയ്യപ്പെടേണ്ടത്. ഇവിടെ പ്രസൻറ്റ് വാല്യൂ ഇൻഫ്ലോ ഓഫ് ആനുറ്റി ബേസിസിൽ 10% 8 ഇയേഴ്സ് 5.335 10% 8 ഇയേഴ്സ് 0.467. ഓക്കെ, പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ തന്നിട്ടുണ്ട്. പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ ആനുവിറ്റിയിലുള്ളതും തന്നിട്ടുണ്ട്. സോൾവ് ദ പ്രോബ്ലം ബൈ ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോ അപ്രോച്ച് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സോൾവ് ചെയ്യണം പ്രോബ്ലം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് രണ്ട് പ്രൊജക്റ്റിനും ക്യാഷ് ഔട്ട്ഫ്ലോ തന്നിട്ടുണ്ട്. ക്യാഷ് ഇൻഫ്ലോ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ക്യാഷ് ഇൻഫ്ലോ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഏർണിങ്സ്, ക്യാഷ് ഇൻഫ്ലോ അതിൻ്റെ ഏർണിങ്സ് കണ്ടുപിടിക്കണം ആദ്യം തന്നെ. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോ വെച്ചിട്ടാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോ എന്താണ്? നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ പഠിച്ചു ഇൻക്രിമെൻ്റൽ എന്താണെന്നുള്ളത് ആദ്യം തന്നെ. രണ്ട് പ്രൊജക്റ്റ് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതിൻ്റെ ക്യാഷ് ഇൻഫ്ലോ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോ വെച്ചിട്ട് കണ്ടുപിടിക്കണം. ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് പ്രൊജക്റ്റിൻ്റെയും കോസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് വെച്ചിട്ടാണ്, അതിനെയാണ് നമ്മൾ ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രൊജക്റ്റിൻ്റെ ക്യാഷ് ഔട്ട് ഫ്ലോ എന്ന് പറയുന്നത് എത്രയായിരുന്നു? ക്യാഷ് രണ്ടിനും ഫസ്റ്റ് പ്രൊജക്റ്റിന് എത്രയായിരുന്നു? 10 lakh. 10 lakh ആയിരുന്നു ഫസ്റ്റ് പ്രൊജക്റ്റിൻ്റെ. ഫസ്റ്റ് പ്രൊജക്റ്റിന് 10 lakhും സെക്കൻഡ് പ്രൊജക്റ്റിന് 15 lakhും ആയിരുന്നു. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 5 lakh ആണ്. ഇനി അടുത്തത് നമുക്ക് എന്താണ്? ക്യാഷ് ഒരു റണ്ണിങ് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ക്യാഷ് റണ്ണിങ് എക്സ്പെൻസ് ഇവിടെ എത്രയാണ്? 3,50,000ഉം ഇവിടെ ഒരു 2 lakh. തമ്മിലുള്ള ഡിഫറൻസ് 1,50,000. നമ്മളോട് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിൽ നിന്ന് ക്യാഷ് ഔട്ട്ഫ്ലോയിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടാക്സ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഡിപ്രിസിയേഷൻ സ്ട്രേറ്റ് ലൈൻ ബേസിസിലാണ്. ഡിപ്രിസിയേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കാം? ഇതിൻ്റെ സാൽവേജ് വാല്യൂ എത്ര തന്നിട്ടുണ്ട്? നമുക്ക് വർക്കിംഗ് നോട്ടിൽ ഡിപ്രിസിയേഷൻ ഓഫ് എ പ്രൊജക്റ്റിൻ്റെ എത്രയാണ്? 10 lakh ആണ് അതിൻ്റെ ഔട്ട്ഫ്ലോ മൈനസ് സാൽവേജ് വാല്യൂ എത്രയാണ്? ഫസ്റ്റ് പ്രൊജക്റ്റിന് 40,000, സെക്കൻഡ് പ്രൊജക്റ്റിന് 1,40,000. എത്ര ഇയേഴ്സ് ലൈഫ് ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്? 8 years ലൈഫ് ഉണ്ട്. സോ 10 lakh മൈനസ് 40,000 ഡിവൈഡഡ് ബൈ 8 1,20,000. അടുത്ത പ്രൊജക്റ്റ് ബി പ്രൊജക്റ്റിൻ്റെ 15 lakh മൈനസ് 1,40,000 ഡിവൈഡഡ് ബൈ 8 1,70,000. ഓക്കെ, ഇതാണ് അതിൻ്റെ ഡിപ്രിസിയേഷൻ. സോ ഡിപ്രിസിയേഷൻ 1,20,000 1,70,000. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം എടുക്കാം. കാരണം ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോ വെച്ചിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അത് എല്ലാത്തിൻ്റെയും ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ എത്ര വരും? -50,000 വരും. നമ്മൾ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 lakh മൈനസ് 1 lakh 5 lakh നമ്മുടെ ടോട്ടൽ സേവിങ് എന്ന് പറയുന്നത് എത്ര കിട്ടും? അത് 1,50,000 നിന്ന് 50,000 മൈനസ് ചെയ്ത് ബാക്കി വരുന്നത് നമ്മുടെ ഏർണിങ്സ് ആണ്. ഓക്കെ, ഇനി നമ്മളോട് 50% ടാക്സ് റേറ്റ് പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ ടാക്സ് റേറ്റ് മൈനസ് ചെയ്യാം. ഞാൻ പറഞ്ഞു എത്രയാണ്? ഡിപ്രിസിയേഷൻ വരുന്ന കേസിൽ നമ്മൾ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്തിട്ട് വേണം ടാക്സ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. കാരണം ഇവിടെ 50% മാർജിനൽ റേറ്റ് തന്നേക്കുന്നത്. പക്ഷേ ഇൻ കേസ് നമുക്കിവിടെ തന്നിട്ടില്ല ടാക്സ് റേറ്റ് മുഴുവനായിട്ട് നമുക്ക് തന്നേക്കാന്ന് വിചാരിക്കാം. എമൗണ്ട് ആയിട്ട് തരുന്ന കേസിൽ നമ്മൾ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യേണ്ട കേസ് ആവശ്യമില്ല.
അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് നമ്മളിവിടെ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്ത് അതിൻ്റെ എമൗണ്ട് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതിൻ്റെ 1 ലാഖിൻ്റെ 50% 50,000 മൈനസ് ചെയ്യുമ്പോൾ ബാക്കി എത്ര കിട്ടും? നമുക്ക് 50,000 കിട്ടും. ഇതാണ് നമ്മുടെ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ്. ഇതിൽ നമ്മൾ ഡിപ്രിസിയേഷൻ ആഡ് ബാക്ക് ചെയ്യണം. 50,000 നമുക്ക് എന്ത് കിട്ടും? നെറ്റ് സേവിങ് കിട്ടും 1 ലാഖ്. നമുക്കിപ്പോൾ ഇവിടെ ഓരോ പ്രൊജക്റ്റിന് വെച്ചായിരുന്നു സാധാരണ ഇത് കണ്ടുപിടിക്കുന്നത്. പക്ഷേ നമ്മളോട് ഇവിടെ ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോ വെച്ചാൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്. ഓരോ സെപ്പറേറ്റ് വെച്ച് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് അങ്ങനെ വെച്ച് കണ്ടുപിടിക്കണം. ഓക്കെ, നെറ്റ് സേവിങ് കിട്ടി. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമുക്കിവിടെ നെറ്റ് സേവിങ് കിട്ടിയ സ്ഥിതിക്ക് സാൽവേജ് വാല്യൂ അറ്റ് എൻഡ് ഓഫ് ദി ഇയർ, മറ്റേ ലാസ്റ്റ് ഇയർ, അതായത് 8th ഇയർ വരെയാണ് ലൈഫ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 8th ഇയറിലാണ് നമ്മൾ സാൽവേജ് വാല്യൂ വരുന്നത്. അപ്പോൾ ആ സമയത്തുള്ള സാൽവേജ് വാല്യൂ ഇതാണ്. ഇവിടെ 40,000 1 ലാഖ് 40,000. സോ ഇത് തമ്മിലുള്ളത് ഡിഫറൻസ് 1 ലാഖ്. ഓക്കെ, ഇനി നമ്മൾ സാധാരണ കേസിൽ എന്താ ചെയ്യാറ്? മറ്റേ കേസിലൊക്കെ മറ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ തന്നിരിക്കുന്ന ഇതാണ് നമ്മുടെ ഏർണിംഗ് എന്ന് പറയുന്നത്. ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് നമ്മൾ കിട്ടിയിട്ട് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ 8 ഇയേഴ്സിൻ്റെ ലൈഫ് തന്നിരിക്കുന്ന ഓരോ വർഷത്തേക്കുള്ളത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കണ്ടുപിടിക്കും. പക്ഷേ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ആനുവിറ്റി ഫാക്ടറാണ്. അതായത് പ്രസൻറ്റ് വാല്യൂ ഇൻഫ്ലോ ആഫ്റ്റർ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഓഫ് ആനുവിറ്റി എത്രയാണ് തന്നിരിക്കുന്നത്? ആനുവിറ്റി ഫാക്ടർ 5.335. അതുപോലെ തന്നെ 8 ഇയേഴ്സ് 10 പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ എത്രയാണ്? 8 ഇയേഴ്സിൻ്റെ മാത്രം 0.467. അത് നമ്മൾ എന്തിനാണ് കണ്ടുപിടിക്കുന്നത്? അതായത് ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? അത് നമ്മൾ ഓരോ വർഷം സെപ്പറേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ആനുവിറ്റി ഫാക്ടർ 5.335 ആണ് തന്നേക്കുന്നത്. അത് ഇൻറ്റു 1 ലാഖ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5,33,500 കിട്ടും. അതാണ് നമ്മുടെ ഫസ്റ്റ് 1 ഇയർ 2 ഇയർ 3 ഇയർ 4 ഇയർ നമ്മൾ ഓരോന്നിലും പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ചെയ്യുന്നതിന് പകരമായിട്ട് ആനുവിറ്റി ഫാക്ടർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഇനി ഇത് അതുപോലെ തന്നെ ഇത് എന്താണ്? ആദ്യത്തെ റവന്യൂ ക്യാഷ് ഇൻഫ്ലോയുടെ. ഇനി അടുത്തത് നമുക്ക് ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോയുടെ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ 10% 8 ഇയറിൻ്റെ എത്രയാണ്? 0.467. അപ്പോൾ ലാസ്റ്റ് ഇയറിൻ്റെ എത്രയായിരുന്നു? 1 ലാഖ് തന്നെ ലാസ്റ്റ് ഇയറിൻ്റെ 0.461. 1 ലാഖ് ഇൻറ്റു 0.467 46,700. ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ 5,80,200. ഇതാണ് എന്ത്? നമ്മുടെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. നമുക്ക് നെറ്റ് പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കണമല്ലോ. ക്യാഷ് ഇൻഫ്ലോ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ക്യാഷ് ഔട്ട്ഫ്ലോ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാം. നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോ വെച്ചിട്ട് NPV നമുക്ക് ഓരോ പ്രൊജക്റ്റിൻ്റെ വെച്ച് കണ്ടുപിടിക്കാം. അതായത് ഇവിടെയാണ് ക്യാഷ് ഇൻഫ്ലോ. ഓരോ പ്രൊജക്റ്റിന് കണ്ടുപിടിക്കുമ്പോൾ ഫസ്റ്റ് പ്രൊജക്റ്റിൻ്റെ എങ്ങനെ വരും? ക്യാഷ് ഔട്ട്ഫ്ലോ ക്യാഷ് ഇൻഫ്ലോ മൈനസ് ക്യാഷ് ഔട്ട്ഫ്ലോ. 5,80,200 5 ലാഖ്. ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോ നമുക്ക് കിട്ടും 80,200. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കണം? ഏത് പ്രൊജക്റ്റാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് കണ്ടുപിടിക്കണം. നമ്മുടെ ക്യാഷ് ഫ്ലോ നമ്മളിവിടെ ക്യാഷ് റണ്ണിങ് എക്സ്പെൻസിൽ നിന്ന് നമ്മൾ 3,50,000 മൈനസ് നമുക്ക് ക്യാഷ് ഇൻഫ്ലോ എത്ര കിട്ടിയത്? 5,80,200 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടും? 2,30,200. ഇവിടെ 3,80,200.
അപ്പോൾ ഏറ്റവും കൂടുതൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ കൂടുതൽ കിട്ടിയത് ഏതിനാണ്? ഫസ്റ്റ് ബിക്കാണ്. അപ്പോൾ ബി ആണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ.